ഹലോ ഹായ് നമസ്കാരം. ഭരതനാട്യം 2 മോഹിനിയാട്ടം തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മച്ചാനെ, കിടിലം പടം. ഡാർക്ക് കോമഡി മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ് ഈ സിനിമ. ഒരു സൈഡിൽ ഡാർക്ക് പരിപാടികൾ നടക്കുന്നു, അതിന്റെ ഇടയിൽ കൂടി കോമഡി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ രീതിയിൽ ചെറിയ ചെറിയ തമാശയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് മാറിക്കഴിയുമ്പോൾ പടം അങ്ങോട്ട് കയറുകയാണ്. ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ് മുതൽ ക്ലൈമാക്സ് വരെ വൺ ട്വിസ്റ്റും സംഭവവും കോമഡിയും എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടി വന്നിട്ട് കിടിലനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ സമ്മാനിച്ചത്. ഒരുപാട് നാളായി മലയാളത്തിൽ ഡാർക്ക് ഹ്യൂമർ ഇത്രയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത്, അതും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വരുന്നത്. കൃഷ്ണദാസ് മുരളിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടും പുള്ളി തന്നെയാണ് ഡയറക്ട് ചെയ്തത്. കിടിലനായിട്ട് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഭരതനാട്യം എന്ന സിനിമ ഒരു ഫീൽ ഗുഡ് കോമഡി മൂവി ആയിരുന്നു. മോഹിനിയാട്ടം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ജോണർ ഷിഫ്റ്റ് മാറിയിട്ട് ഈ സിനിമയിലേക്ക് ഒരു ക്രൈമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്രൈം സിറ്റുവേഷനും സീനും ഒക്കെ ഭയങ്കരമായിട്ട് കോമഡി മിക്സ് ചെയ്തിട്ടാണ് ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. സൈജു കുറുപ്പൊക്കെ പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോളാണ്. പുള്ളിയുടെ ആ എക്സ്പ്രഷൻസും ആ പെർഫോമൻസ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, പുള്ളിയുടെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അതുപോലെ ജഗദീഷ് നല്ലൊരു ഗംഭീര റോൾ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കലാരഞ്ജിനി, പുള്ളിക്കാരത്തി ഒരു രക്ഷയില്ല ഈ സിനിമയിൽ. ഭയങ്കര ഒരു പെർഫോമൻസ് ആണ്. ആ ഡയലോഗ് ഡെലിവറിയും ആ ഒരു ആക്ഷൻസ് ഒക്കെ നല്ല രസമാണ് നമുക്ക് കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഈ സിനിമയിലെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ബേബി ജീൻ ചെയ്ത സുഭാഷ് എന്ന ക്യാരക്ടറാണ്. എന്റെ മോനെ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫിൽ പുള്ളി പൊളിച്ചടക്കുകയാണ്. ക്ലൈമാക്സ് വരെ പുള്ളിയുടെ ഷോ എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ കോമഡി ടൈമിങ്, എക്സ്പ്രഷൻസ് എല്ലാം നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിനയ് ഫോർട്ടിന്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, പോലീസ് കഥാപാത്രം ടുവേർഡ്സ് ക്ലൈമാക്സിൽ വരുമ്പോൾ. അപ്പൊ അതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വിനയ് ഫോർട്ടും ബേബി ജീനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് കുറെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു തിയേറ്ററിൽ. പിന്നെയും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. നമ്മൾ ഫസ്റ്റിൽ കണ്ട മറ്റേ ഇരട്ടകളായ മക്കള്, അതുപോലെ തന്നെ നമ്മുടെ വഴിപോക്കൻ സ്റ്റാർ നന്ദു പൊതുവാള്, ദിവ്യ എം നായർ, ശ്രുതി സുരേഷ്, ശ്രീജ രവി, അവരൊക്കെയാണ് സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അവരൊക്കെ നല്ല രസമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്സും ഇലക്ട്രോണിക് കിളിയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല മച്ചാനെ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ സൈജു കുറുപ്പിന്റെ 150ാമത്തെ സിനിമയാണിത്. അപ്പൊ പുള്ളിയുടെ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട് 150 എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മളെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന പോലെ. അതും നല്ല രസമായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡാർക്ക് കോമഡി മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന്റെ ഒരു ബെസ്റ്റ് മൂവിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഭരതനാട്യം 2 മോഹിനിയാട്ടം. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം.